വാർത്തകൾ തുടരുന്നു. ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടയർ ഊരിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച യുവാവ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി നൌഷാദാണ് വാഹനത്തിന്റെ സർവീസ് അപാകത ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ മാസമുണ്ടായ അപകടത്തിൽ നൌഷാദിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. ബജാജ് കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ 1 വർഷം മുമ്പാണ് നൌഷാദ് വാങ്ങിയത്. കൃത്യമായി ഷോറൂം സർവീസ് നടത്തിയിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ജൂൺ 12-നാണ് KVR മോട്ടോഴ്സിന്റെ ഫറോക്ക് ചുങ്കം ശാഖയിൽ നിന്ന് വാഹനം സർവീസ് ചെയ്തത്. ഓഗസ്റ്റ് 7-ന് സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കെ ടയർ ഊരിത്തെറിച്ചെന്ന് നൌഷാദ് പറയുന്നു. KVR മോട്ടോഴ്സ് എന്നാണ് ഡീലറെ ത്രൂ ആണ് വണ്ടി എടുത്തത്. അവിടെ തന്നെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെയാണ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൊടുത്ത് ഒരു 1.5 മാസം മുന്നേ ആയിരുന്നു വണ്ടി സർവീസിന് കൊടുത്തത്. കൊടുത്തൊരു 3610 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അവിടെ കൊടുക്കുന്ന സമയം ബ്രേക്ക് ഷൂവിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബ്രേക്ക് ഷൂ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സർവീസ് റെക്കോർഡിൽ ബ്രേക്ക് ഷൂ മാറ്റിയതായിട്ട് കാണാനുമുണ്ട്. നോർമലി വന്നുകൊണ്ടിരിക്കുമ്പോൾ റണ്ണിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷെയ്ക്ക്, ബാക്ക് വീലിൽ നിന്നൊരു ഷെയ്ക്ക് ഉണ്ടായി. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ബാക്കിൽ നിന്നൊരു ഫോഴ്സ്ഫുള്ളി വീല് ബാക്കോട്ടോ എങ്ങോട്ടോ വീല് തെറിച്ച് പോവുകയും ചെയ്തത്. പിന്നെ ഞാൻ റോട്ടുമേൽ കിടക്കുന്നതാണ്. പിന്നെ ഞാൻ വണ്ടി മറിഞ്ഞ് ഞാൻ റോട്ടുമേൽ കിടന്ന് കാല് മടങ്ങിയാണ് ഞാൻ വീണത്. അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി 1 മാസത്തോളമായി വിശ്രമത്തിലാണ്. സർവീസ് സെന്ററിനെ സമീപിച്ചെങ്കിലും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അടക്കം നൽകിയില്ല എന്നും നൌഷാദ് പറഞ്ഞു. 9-ാം തീയതി തന്നെ ഡീലറെ കോൺടാക്ട് ചെയ്തു. 10-ാം തീയതി തന്നെ ഡീലർക്കും മറ്റ് അധികാരികൾക്കുമായിട്ടുള്ളവർക്കൊക്കെ മെയിലും അയച്ചു. മാറ്ററെല്ലാം വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പോലെ ഒരു സാധനവും അവർക്ക് തരാൻ സാധിക്കില്ല എന്നാണ് അവിടുത്തെ മാനേജർ എന്നോട് അറിയിച്ചത്. അർഹമായ നഷ്ടപരിഹാരവും അപകടത്തിലേക്ക് നയിച്ചതിൽ നടപടിയും ആവശ്യപ്പെട്ടാണ് ഉപഭോക്തൃ കോടതിയെ നൌഷാദ് സമീപിച്ചത്. അതേസമയം അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ലെന്നാണ് സർവീസ് സെന്ററിന്റെ വിശദീകരണം. മീഡിയ 1 കോഴിക്കോട്.